ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? നിത്യജീവൻ നാം പ്രാപിക്കേണ്ടതിന്. ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ അല്ല, നമ്മുടെ ധനത്തെ അല്ല, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിലാക്കിയ ആ ജീവാത്മാവുണ്ടല്ലോ, അറിയാത്തതൊന്നാണ്. ഈ ലോകത്തിലുള്ള മറ്റെല്ലാ വഴിയും ശരീരം മണ്ണോട് മണ്ണായിത്തീരും. ഈ കാണുന്നെല്ലാം മണ്ണിനിടയായി മാറും. എന്നാൽ ദൈവം നമ്മളിലാക്കിയ ജീവശ്വാസമാകുന്ന ആ ആത്മാവ് അഴിയല്ല. ആ ആത്മാവ് നരകവന്റെ അടുക്കിലേക്ക് പോകും, നരകവന്റെ അടുക്കിലേക്ക് പോകും. ഈ ആത്മാവിനെയാണ് ഒരു നാൾ ന്യായം വിധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനെ വിശ്വസിച്ച് നന്മ ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചും പാപം ചെയ്തും ജീവിച്ചവൻ തട്ടിപ്പും പറ്റിപ്പും വെട്ടിപ്പും നടത്തി ജീവിച്ച് നമ്മ സമ്പാദിച്ച് മറ്റുള്ളവരെ കൊന്നൊടുക്കി ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന് ചിന്തിച്ച് നീ ബോധിച്ചവനെ ജീവിച്ചതിന് ഒരു നാൾ ദൈവം നിന്നോട് ചോദിക്കും, അവൻ നിന്നോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ആയാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. സ്നേഹിത, ആകയാൽ നിന്റെ കുളരാത്ത പ്രവൃത്തികളെ വിടുക, പാപപ്രവൃത്തികളെ വിടുക, അക്രമങ്ങളെ വിടുക, മനുഷ്യരെ ഉപദ്രവിക്കുന്ന പിടിച്ചു പറിക്കുന്ന കള്ളങ്ങളും കൗശലങ്ങളും തട്ടിപ്പും പറ്റിപ്പും മതിയാക്കിയിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മാന്യമായി ജീവിക്കും. ദൈവം നിന്റെ തലമുറയും അനുഗ്രഹിക്കും. നമ്മെ പോലെ ജീവിച്ച, നമ്മെ പോലെ വീട്ടിൽ കിടന്നുറങ്ങിയ, നമ്മെ പോലെ നാളെ അധ്വാനിക്കാം, നാളെ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനങ്ങളും കടകളുള്ള ചെയ്തിട്ട് ജോലി ഭാഗത്താൽ ശരീരവേദനയാൽ കിടന്നുറങ്ങിയ നമ്മുടെ വയനാടുള്ള ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ ഇടുക്കി ജില്ലയെ പോലെ പ്രകൃതി രമണീയമായ ആ നല്ല സ്ഥലങ്ങൾ, മനോഹരമായ അരുവികൾ കൊണ്ടും ആറുകൾ കൊണ്ടും അവൻ മനോഹരമായിരിക്കുന്ന ആ ഭൂമി, അവൻ ഇതുപോലെ തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും അതുപോലെ മലഞ്ചരക്കുകളാൽ നിറയപ്പെട്ട ആ മനോഹര ഭൂമി, അവിടെയുള്ള ആ ചെറിയൊരു പട്ടണം, എന്നും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ബിസിനസ് നടത്തുന്ന വ്യാപാരികൾ, മണിമന്ദിരങ്ങൾ, അധ്വാനിച്ച് ഒരാഴ്ച മുഴുവനും പാടുപെട്ട് സാമ്പത്തികം മുടക്കി കടങ്ങളും വരുത്തി അങ്ങനെയൊക്കെ സമ്പാദിച്ച വസ്തുക്കൾ, അങ്ങനെ സമ്പാദിച്ച മൃഗങ്ങൾ, അങ്ങനെ സമ്പാദിച്ച ഭവനങ്ങൾ, അവിടെ നിക്ഷേപങ്ങൾ, അവരുടെ ആധാരങ്ങൾ, അവരുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം രാത്രി കേവലം 3 മണിക്കൂർ കൊണ്ട് വീടുള്ളവർ വീടില്ലാത്തവരായി മാറി, അപ്പനുള്ളവർ അപ്പനില്ലാത്തവരായി മാറി, മാതാവില്ലാത്തവർ മാതാവില്ലാത്തവരുമായി, മക്കളുള്ളവർ മക്കളില്ലാത്തവരായി തീർന്നു, ഭാര്യയുള്ളവർ ഭാര്യയില്ലാത്തവരായി, ഭർത്താവുള്ളവർ ഭർത്താവില്ലാത്തവരായി തീർന്നു. അഥവാ ഭൂമി ഉണ്ടായിരുന്നു, ഭൂമി ഇപ്പോൾ അവിടെ കാണാനില്ല. വീടുണ്ടായിരുന്നു, വീട് അവിടെ കാണാനില്ല. ഒറ്റ രാത്രിയുടെ കേവലം 3 മണിക്കൂറകം അവരുടെ കരകശൂരമായി വീടൊന്നടങ്കം. ഒറ്റാള് പോലും ശേഷിക്കാതെ മരിച്ചവർ, ഒരാള് ശേഷിച്ചവർ, 2 പേര് മാത്രം ശേഷിച്ചവർ, കടപ്പാട് നഷ്ടപ്പെട്ടവർ, എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പാകെ ഒരു ചോദ്യചിഹ്നമായി വയനാടിന്റെ ചൂടമലയും മുണ്ടക്കൈ പ്രദേശവും നിൽക്കുമ്പോ ഇങ്ങനെ നമ്മുടെ ദേശത്ത് വന്നു വിടായില്ല. നാമും മലമടക്കുകളിൽ താമസിക്കുന്നവരാ. വിശുദ്ധ വചനം പറയുന്നു, ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. നീ പാർക്കുന്ന ഭൂമി അതിനെ ഉള്ളു തിളച്ചു പറയുകയാണ്. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, കിറുകിറെ കീഴുന്നു. അത് മത്തിനെ പോലെ മത്സ്യവാദിയെ പോലെ അത് ചാഞ്ചാടുന്നു. അത് വീഴും, എഴുന്നേക്കയില്ല. അതിന്റെ അകത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു. പാപം ചെയ്യുന്ന ദേവിയിൽ നിമിത്തം, ദൈവം ഭയമില്ലാത്ത തലമുറ നിമിത്തം വേദനിപ്പിച്ചും
കൊന്നൊടുക്കുന്ന ജനത്തിന്റെ നിലവിളി നിമിത്തം ദൈവം ദേശത്ത് ന്യായം വിധിക്കും.